2014 മാർച്ച് 8 മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂർ എയർപോർട്ടാണ് ലൊക്കേഷൻ. യാത്രക്കാരൊക്കെ സാധാരണ രീതിയിൽ തന്നെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു അവരുടെ അവസാനത്തെ യാത്രയിലേക്കാണ് അവർ കയറുന്നതെന്ന്. ആ വിമാനത്തിൻ്റെ പേരാണ് മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് MH370. ലക്ഷ്യം ചൈനയിലെ ബീജിംഗ്. യാത്രക്കാർ 227, ക്രൂ മെമ്പേഴ്സ് 12, ആകെ 239 ജീവനുകൾ. സമയം രാത്രി 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എല്ലാം സാധാരണമായിരുന്നു. പൈലറ്റ്, കോ പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോൾ, ക്രൂ മെമ്പേഴ്സ്, യാത്രക്കാർ എല്ലാം. അതുവരെ യാതൊരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമയം രാത്രി 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. പൈലറ്റ് ഒരു സന്ദേശം കൈമാറി. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370. ആ വാക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ സന്ദേശമായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതിനുശേഷം കുറച്ച് സമയം മാത്രം റഡാറിലുണ്ടായിരുന്ന ആ പച്ച ബിന്ദു പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതോടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന മിസ്റ്ററി ആരംഭിച്ചത്. പക്ഷേ റഡാറിൽ നിന്ന് ആ ഫ്ലൈറ്റ് അപ്രത്യക്ഷമായതിനു ശേഷം സംഭവിച്ചതാണ് ഈ കഥയെ ഏറ്റവും വലിയ മിസ്റ്ററിയാക്കി മാറ്റുന്നത്. റഡാറിൽ നിന്ന് ആ പച്ച ബിന്ദു അപ്രത്യക്ഷമായപ്പോൾ ആരും അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ സിഗ്നലുകൾ നഷ്ടപ്പെടുന്നത് സാധാരണമാണ്. കുറച്ച് കഴിയുമ്പം ആ ഒരു സിഗ്നൽ വീണ്ടും തിരിച്ചു കിട്ടുകയും ആ പച്ച ബിന്ദു റഡാറിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെ തന്നെയാണ് എയർ ട്രാഫിക് കൺട്രോളും വിചാരിച്ചിരുന്നത്. അവർ പല തവണ ഫ്ലൈറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. മലേഷ്യ 370, ഡു യു കോപ്പി? Malaysia 370, do you copy? Malaysia 370, do you copy? പക്ഷേ മറുപടി ഒന്നും ലഭിച്ചില്ല. നിശബ്ദത മാത്രം. ആ നിശബ്ദത ഒരു സാധാരണ നിശബ്ദതയല്ലായിരുന്നു. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. Malaysia 370, do you copy? പക്ഷേ വിമാനത്തിൽ നിന്ന് ഒരു സന്ദേശവും മറുപടിയായിട്ട് ലഭിച്ചില്ല. അപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കിയത് അവിടെ എന്തോ അസാധാരണമായ കാര്യമാണ് നടക്കുന്നതെന്ന്. അന്വേഷണത്തിലാണ് പുതിയൊരു വിവരം കൂടി പുറത്തു വരുന്നത്. സിവിലിയൻ റഡാറിൽ നിന്നും ഈ ഫ്ലൈറ്റ് അപ്രത്യക്ഷമായതിനു ശേഷം സൈനിക റഡാർ ഒരു അജ്ഞാത വിമാനത്തെ കുറച്ചു ദൂരം കൂടി പിന്തുടർന്നതായിട്ട് പിന്നീടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയുണ്ടായി. Center, we just lost signal on... Track that signal. Where did it go? അന്വേഷകർ വിശ്വസിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ബീജിംഗിലേക്ക് പോകേണ്ടിരുന്ന ഈ വിമാനം അതിൻ്റെ ദിശയിൽ നിന്ന് മാറി സഞ്ചരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട്, ആർക്ക് വേണ്ടി, ആരാണ് ഈ ഡിസിഷൻ എടുത്തത് എന്നൊന്നും ഇതുവരെയും വ്യക്തമല്ല. ഇപ്പോൾ ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: MH370 മലേഷ്യൻ എയർലൈൻസ് എവിടെയാണ്? അതിനെന്താണ് സംഭവിച്ചത്? അതിലുണ്ടായിരുന്ന 239 ജീവനുകൾക്ക് എന്ത് സംഭവിച്ചു? അടുത്ത മണിക്കൂറുകളിൽ ആരംഭിച്ചത് വിമാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെരച്ചിലായിരുന്നു. ആദ്യഘട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ചൈന കടലിലേക്കായിരുന്നു. കാരണം അവസാനമായി ലഭിച്ച സിവിലിയൻ റഡാർ ഡാറ്റ പ്രകാരം ആ വിമാനം ആ പ്രദേശത്തായിരിക്കും എന്നാണ് അവർ വിശ്വസിച്ചത്. നാവികസേനയുടെ കപ്പലുകൾ, കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, നിരീക്ഷണ വിമാനങ്ങൾ എല്ലാം ഒരേ ലക്ഷ്യത്തിനായിട്ട് നീങ്ങി. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് അന്വേഷണത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് സംഭവിച്ചത്. വിമാനം പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ലെന്നാണ് ഉപഗ്രഹ ഡാറ്റകൾ കണ്ടെത്തിയത്. റേഡിയോ ബന്ധം നഷ്ടപ്പെട്ടതിന് ശേഷവും ഈ വിമാനവും ഒരു ഉപഗ്രഹവും തമ്മിൽ സാങ്കേതിക സിഗ്നലുകൾ കൈമാറിയതായിട്ട് അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചെറിയ സിഗ്നലുകളെയാണ് അന്വേഷണത്തിൽ സാറ്റലൈറ്റ് ഹാൻഡ്ഷേക്ക് എന്ന് വിളിച്ചത്. അത്
ആ വിമാനം എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിന് പ്രധാന സൂചനകളായി മാറി. ഈ വിവരങ്ങൾ അന്വേഷണത്തിൻ്റെ തന്നെ ദിശ മാറ്റി. ചൈന കടലിൽ നിന്നും അന്വേഷണം നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തിരിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലവും ആഴമേറിയതുമായ സമുദ്രങ്ങളിലൊന്ന്. വീണ്ടും പുതിയ തിരച്ചിലുകൾ ആരംഭിച്ചു. പക്ഷേ ഈ പ്രാവശ്യം അവരെ കാത്തിരുന്നത് മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് പോലും വെല്ലുവിളിയായിരിക്കുന്ന ഒരു മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരച്ചിൽ, 100 കണക്കിന് കപ്പലുകൾ, ഡസൻ കണക്കിന് വിമാനങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് MH370 ഇപ്പോഴും ഒരു രഹസ്യമായിട്ട് തന്നെ തുടരുന്നത്? ഉപഗ്രഹ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ 2 കാര്യങ്ങളാണ് അന്വേഷണ സംഘം പുറത്തേക്ക് വെച്ചത്. ഒന്നുകിൽ ആ വിമാനം വടക്ക് ദിശയിലേക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ തെക്ക് ദിശയിലേക്ക് പോയിരിക്കാം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിവിശാലമായ ഭാഗത്തേക്ക്. പക്ഷേ പ്രശ്നം മറ്റൊന്നായിരുന്നു. അവരന്വേഷിക്കേണ്ടിയിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രങ്ങളിലൊന്നിലാണ്. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ, 4 കിലോമീറ്ററിലധികം ആഴമുള്ള കടൽ, ശക്തമായ തിരമാലകൾ, അപകടകരമായ കാലാവസ്ഥ. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ അവശിഷ്ടം കണ്ടെത്തുക എന്നുള്ളത് പോലും അസാധ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിലുള്ള ചില ഭാഗങ്ങളിൽ ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടി. ആ ഭാഗങ്ങൾ ഈ കാണാതായ ഫ്ലൈറ്റിൻ്റെ തന്നെയാണെന്നുള്ള തീരുമാനം ഈ അന്വേഷണ സംഘം പിന്നീട് സ്ഥിരീകരിച്ചു. എന്നാൽ ഫ്ലൈറ്റിൻ്റെ മെയിൻ ഭാഗം ഇതൊന്നും ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. ഫ്ലൈറ്റ് MH370 എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് ഒരു അപകടമായിരുന്നോ, അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ഔദ്യോഗിക അന്വേഷണ സംഘങ്ങൾക്ക് പോലും ഇന്ന് വരെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. അന്വേഷണങ്ങൾ, റിപ്പോർട്ടുകൾ, കണ്ടെത്തിയ തെളിവുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്നും വിവിധ തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഇതൊന്നും ലഭിക്കാത്തത് കൊണ്ട് ഇന്നും ആർക്കും ഒന്നും സ്ഥിരീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ സിദ്ധാന്തങ്ങൾ പല സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതിലെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഫ്ലൈറ്റിന് എന്തോ സാങ്കേതിക തകരാറുണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടാണ് അതിൻ്റെ ദിശ മാറിപ്പോയത് എന്നാണ്. എന്നാൽ ലഭ്യമായ തെളിവുകൾ വെച്ച് അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ദിശ മനുഷ്യൻ്റെ തീരുമാനത്തെ തുടർന്ന് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതും അന്വേഷണ സംഘത്തിനോ റിപ്പോർട്ടുകൾക്കോ ഒന്നും സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇൻ്റർനെറ്റിൽ ഇത് സംബന്ധിച്ച് അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിക്കപ്പെടുന്നുണ്ട്. ഗൂഢാലോചനകൾ, രഹസ്യ നീക്കങ്ങൾ, അന്യഗ്രഹ ജീവികൾ, ഇങ്ങനെ നിരവധി കഥകൾ. എന്നാൽ ഇത്തരം അവകാശവാദങ്ങൾക്ക് കൂടി സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവും എവിടെയും ലഭ്യമല്ല. ഈ മിസ്റ്ററിയുടെ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വിമാനമല്ല, അതിലുള്ള 239 ജീവനുകൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല കുടുംബങ്ങൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചില ചോദ്യങ്ങൾക്ക് സമയം പോലും ഉത്തരം നൽകാറില്ല. ഇതൊരു വിമാനത്തിൻ്റെ മാത്രം കഥയല്ല. മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ എത്ര മുന്നേറിയാലും പ്രകൃതിയുടെയും സാഹചര്യങ്ങളുടെയും മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് ബാക്കിയാവാറുണ്ട്. ഒരു പക്ഷേ മിസ്റ്ററിയുടെ യഥാർത്ഥ ഉത്തരം ഇന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും.